ഒരുമിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ ആകെ 30 ദിവസമായിട്ടുള്ള മയ്യ ലാലേട്ടൻ വന്നെത്തിയതും വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ലാലേട്ടാ സമ്മതിക്കണം, ഒരു ആങ്കറായിട്ട് ഈ ഷോ നടത്തിക്കൊണ്ടുപോണത്. വന്നെത്തിയതും ലാലേട്ടൻ ബർത്ത്ഡേ വിഷ് ചെയ്തു നന്ദനയ്ക്ക് ആൻഡ് ജാസ്മിന്റെ ബ്രദറിനും ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തതും പവർ ടീം പവർ നന്നായി അധികാരം ഉപയോഗിച്ചോ എന്ന് ചോദിച്ചപ്പോഴാണ് പൂട്ടിയിട്ടല്ലോ മറ്റേ ഡെന്നിനെ പൂട്ടിയിട്ട് പവർ ടീമിനെ പൂട്ടിയിട്ടല്ലോ ഇക്കാര്യം ചോദിച്ചു. കുറച്ചു നേരം കൂടെ പൂട്ടിയിടുന്നതായിരുന്നു, പിന്നെ പോയാ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ നന്ദിനിക്കുട്ടിയുടെ ടാസ്ക് നന്ദിനിക്കുട്ടിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് പറഞ്ഞില്ല, നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവര് പോസ്റ്റ് ചെയ്ത കാര്യം. അപ്പൊ ലാലേട്ടൻ അത് അഡ്രസ് ചെയ്തപ്പോ നൂറയ്ക്ക് പറയാനുള്ളത് പറയാൻ പറ്റി. നൂറ സോ ഹാപ്പി, മുഖം കാണണം അങ്ങനെ ആയിട്ടോ. എനിക്ക് പറയാൻ ഒരാഴ്ച കിടന്ന ഈ വിങ്ങന് അതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ജിൻറ്റോന്റെ അടുത്ത് കാലയവാരി നിലത്തടിക്കും എന്ന് ചോദിച്ചത് വല്ല ഗുസ്തി പഠിച്ചിട്ടുണ്ടോ, അത് പഠിച്ചിട്ടുണ്ടോ ഇത് സ്വയം പറഞ്ഞാണെന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചതും പറഞ്ഞത് സിബിൻ. സോ എല്ലാവരുടെ തലയ്ക്കകത്തും സിബിൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹീസ് വെരി സ്മാർട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വന്നെത്തിയതും 1 വീക്കിൽ തന്നെ എല്ലാവരുടെ തലയ്ക്കകത്തും കയറി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെന്നെ സ്വയം റിയലൈസ് ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കഴിവ്. ദാറ്റ് ഈസ് വെരി ടാലന്റഡ്. സിബിൻ ടാലന്റ് ഉണ്ട്, ബട്ട് ഹി കുഡ് ഹാവ് യൂസ്ഡ് ഇറ്റ് ഇൻ എ വെരി ഗുഡ് മാനർ. പിന്നെയാണ് അർജുനോട് ചോദിച്ചത് ഇവിടെ ക്വാളിറ്റിയോടെയാണോ എല്ലാവരും പറഞ്ഞത്. അർജുന്റെ മുഖം മൊത്തത്തിൽ മാറി. ഞാനാണത് പറഞ്ഞത് റിവീൽ ചെയ്യോ എന്നുള്ളത്, പക്ഷെ പറഞ്ഞില്ല. എല്ലാവരും ക്വാളിറ്റി ആയിട്ട് കളിക്കണം എന്നുള്ളതും കൂടെ പറഞ്ഞ് സിബിന്റെ അടുത്ത് മറ്റേ ആക്ഷൻ കാണിച്ച കാര്യം കൂടെ ചോദിച്ചപ്പോ സിബിന്റെ ഭയങ്കര വിഷമമായി. അപ്പോൾ സിബിന്റെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി. ആൻഡ് നെക്സ്റ്റ് ഒരു ടാസ്ക് കൊടുത്തു. എല്ലാവരും ഈ ഒരു ടീമിൽ ഒരാൾ ഡ്രസ്സ് ഇടണം, ബാക്കിയുള്ള ആൾക്കാരെ ഡ്രസ്സ് ഓടിപ്പോയി അവർ ഓരോരാളായിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്ന് ഇടണം എന്നുള്ളത് അടിപൊളി. എല്ലാവരും നന്നായി ചെയ്തു. അതിൽ ഫസ്റ്റ് ഇട്ടത് നെക്സ്റ്റ് ടീമാണ്, വിച്ച് ഇസ് നോറാസ് ടീം. അപ്പൊ നോറയ്ക്ക് വിത്ത് ലവ് മോഹൻലാൽ എന്നുള്ളൊരു ടീഷർട്ടും കൂടെ കൊടുത്തു. അവൾ ഇത്രയും ദിവസം കാത്തിരുന്നതൊക്കെ കിട്ടുക എന്നുള്ളത് പറയുമ്പോ ഒരു ഇത് ഉണ്ടാവുമല്ലോ, അതായിരുന്നു നോറിന്റെ മുഖത്ത് നിന്ന് കണ്ടത്. പക്ഷെ അതിനും വേണ്ടി സിബിൻ അങ്ങനെ ഒന്നുമല്ലാണ്ടായിപ്പോയ പോലെ നിൽക്കണ്ടായിരുന്നു. ബിക്കോസ് പുറത്തുനിന്ന് പറഞ്ഞിട്ട് വന്നതൊക്കെ വലിയ കാര്യമൊന്നും അകത്ത് ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ, ഇവർക്ക് നിലവാരത്തോടെ കളിച്ചൂടെ. അതെന്ന് വെച്ചാൽ ഉള്ളിൽ കയറുന്ന നിലവാരമൊക്കെ മാറിപ്പോയി സിബിന്റെ. ഒരാളെ കയറി ഒരുപാട് കയറി ചൊറയുണ്ടായിരുന്നു. സിബിൻ നല്ല സ്മാർട്ടാണ്, ഈ സ്മാർട്ട്നെസ്സിലൂടെ കളിക്കാമായിരുന്നു. ഇനി ചിലപ്പോൾ മാറ്റി പിടിക്കുമായിരിക്കും. പക്ഷേ സിബിന് ഒരുപാട് ശിക്ഷ കൊടുത്ത പോലെ തോന്നി. കാരണം നോറയ്ക്കൊക്കെ വിട്ടുകൊടുത്തു സിബിന്റെ ഒരു ശിക്ഷ. അത് വേണ്ടായിരുന്നു, അതൊരു ഫേവറിസം പോലെ എനിക്ക് തോന്നി. അത് അവരുടെ അഭിപ്രായം അങ്ങനെ തോന്നി. പക്ഷെ എനിക്കത് ഫെയർ ആയിട്ട് തോന്നി. ബിക്കോസ് നോറനെ പണിഷ്മെന്റ് കൊടുത്തിട്ടും നോറയ്ക്ക് അത് ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. പണിഷ്മെന്റ് കൊടുത്തു, പക്ഷെ ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. കാരണം പവർ ടീമിന് ശിക്ഷ വിധിക്കാം. ആ ശിക്ഷ എപ്പോ നിർത്തണമെന്നുള്ളത് അങ്ങനെ ഒരു ഗെയിമാണല്ലോ. പോസ് ഓക്കെ, പക്ഷെ അത് പവർ ടീമിന്റെ ആണല്ലോ. ഇല്ല, അത് പവർ ടീമിന് എപ്പോ ശിക്ഷ വിധിക്കണം, എപ്പോ അത് പോസ് ചെയ്യണം, നിർത്താം, അങ്ങനെ രണ്ടഭിപ്രായം വരും. അങ്ങനെ എനിക്കപ്പോ അങ്ങനെ കാണുന്നില്ല. അതിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അതെ, ഉള്ളിൽ കുറെ സംഭവം നടക്കണം. ലാലേട്ടനൊന്നും വെറുതെ വന്ന് അവർക്ക് പറയാനുള്ളത്, അതായത് ലാലേട്ടൻ അല്ല, ഐ മീൻ ദ ഹോൾ ടീം ഇസ് വാച്ചിങ് 24/7. അപ്പൊ 24/7 എന്തൊക്കെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ കുറെ കാര്യം കാണുന്നില്ല. അതിന്റെയും കൂടെ ഒരു ചെറിയൊരു പ്രോബ്ലംസും നമുക്കുണ്ട്. ബട്ട് ഒരു വീട്ടിൽ തന്നെ കുറെ അഭിപ്രായങ്ങൾ വരുമല്ലോ. ഇപ്പൊ ഞാൻ ഇത് ശരിയാണെന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർക്കുള്ള ഒരു അഭിപ്രായം, ദാറ്റ് ഇസ് ദെയർ ഒപ്പീനിയൻ. ഇത് ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് അവര് സിബിന്റെ സപ്പോർട്ടും ഞാൻ സിബിന്റെ സപ്പോർട്ട് അല്ല എന്നുള്ളത്. ഞങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞു. ബിക്കോസ് വെൻ വി ഡു എ റിവ്യൂ ഇറ്റ് ഷുഡ് ബി കോമൺ ഫോർ എവരിവൺ. ഞങ്ങൾക്ക് അങ്ങനെ ഫേവറേറ്റ്സ് ആരുമില്ല ഇതിനകത്ത്. ഞങ്ങൾ മൊത്തത്തിൽ കാണും, മൊത്തത്തിൽ പറയും. ഒരാൾക്ക് തോന്നും ഇത് കറക്റ്റ് ആണെന്ന് തോന്നും, അപ്പൊ എനിക്ക് തോന്നും ഇത് തെറ്റാണെന്ന് തോന്നും, എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നും, അവർക്ക് തെറ്റാണെന്ന് തോന്നും. സോ ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഒരാളുടെ കയറി പിടിച്ച പിന്നെ നമുക്ക് അവർ ചെയ്യുന്നത് മാത്രം ശരി, ബാക്കിയുള്ളവരൊക്കെ ഇതിപ്പോ നമ്മുടെ എല്ലാവരും കാര്യം നമ്മൾ പറയണല്ലോ. അപ്പൊ നമ്മളെ കാണുന്ന 1 hour എന്ത് കാണുന്നു അത് മാത്രമേ നമ്മൾ അഭിപ്രായം പറയുന്നുള്ളൂ. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 24/7 കാണാനുള്ള ടൈം നമുക്ക് കിട്ടാറില്ല. ലൈവ് നമ്മൾ കാണാറില്ല. ബിക്കോസ് ലൈവ് ഒരു പാർട്ട് കണ്ടിട്ട് ഇനിയൊരു പാർട്ട് ഓഫ് ലൈവ് നമ്മൾ കണ്ടില്ലെങ്കിൽ അതും നമുക്കതൊരു ഡ്രോബാക്ക് ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന 1 hour നമുക്ക് ടെലികാസ്റ്റിൽ എന്താണ് വരുന്നത് അതിൽ നമുക്ക് എന്താണോ ഫീൽ ആവണേ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ റിവ്യൂ. നെക്സ്റ്റ് ഡ്രസ്സിന്റെ ടാസ്ക് കഴിഞ്ഞത് എലിമിനേഷൻ ടാസ്ക്. എലിമിനേഷൻ ടാസ്കിന് 4 പേര് പോയി ഇരുന്നിട്ട് ക്യാമറ ഇങ്ങനെ അവരെ ഫോക്കസ് ചെയ്യും. ആൻഡ് 6 മിനിറ്റാണ് ഗ്രീൻ ലൈറ്റ് കത്തുന്നത്. അവര് അന്നത്തേക്ക് സേഫ്, അതായത് ഇന്നലത്തേക്ക് മാത്രം സേഫ്. ഇന്ന് ചിലപ്പോൾ അവർ എലിമിനേറ്റ് ആവാം,
റെഡ് ലൈറ്റ് കത്തുന്നവരായിരിക്കും എലിമിനേറ്റഡ്. സോ ഓൾമോസ്റ്റ് എല്ലാവരും പോയി. അവസാനമാണ് ജിൻഡോ, ജാൻമണി ആൻഡ് ദെൻ ഹൻസിബയൊക്കെ വന്നു. ഹൻസിബ ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഹൻസിബ അവസാനം വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് രണ്ടുപേര് ജാൻമണി ആൻഡ് ഹൻസിബ ഇരുന്നു. രണ്ടുപേരോടും ബിഗ് ബോസ് നിങ്ങളുടെ താങ്ക്സ് ലൈക്ക് പ്രേക്ഷകരോട് എന്താ പറയണത്, രണ്ടുപേരും താങ്ക് യു ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതും റെഡ് ലൈറ്റ് വന്നത് ജാൻമണിക്ക്. തുടങ്ങി എന്റെ അമ്മേ. അത് ശരി, അകത്ത് കരഞ്ഞിട്ടുണ്ടാകും. ഓക്കെ എന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോ അത് പറ്റില്ലല്ലോ. പിന്നെ ലാലേട്ടൻ കുറച്ച് എല്ലാ കുട്ടികളും നമ്മളൊക്കെ റീല് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് വാച്ച്ഡ് ആർ റീൽ, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ഇൻസ്റ്റഗ്രാം. ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാൻമണിയുടെ റീൽ ഞങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റീല് എന്താണ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പക്ഷെ നമുക്കിപ്പോ കൊതിയായി, കുറച്ചും കൂടെ നേരത്തെ ചെയ്യാമായിരുന്നു. നമ്മുടെ ഇൻ കേസ് നമ്മുടെ വയറിലായിരുന്നെങ്കിലോ നമ്മളുടെയും കൂടെ കാണിച്ചതന്നെ ഏഷ്യനെറ്റിൽ എന്നുള്ളതും കൂടെ കുറച്ചും കൂടെ ഒരു ആഗ്രഹം തോന്നും. അപ്പോ അത് കാണിച്ച് പിന്നെ ജാൻമണിന്റെ വീട്ടിലുള്ള എല്ലാവരോടും കാണിച്ചിട്ട് പുറത്താക്കി. പുറത്താക്കി. ഇപ്പൊ ഇന്നും എലിമിനേഷൻ ഉണ്ട്. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. അതിനുശേഷം കാണിച്ചത് സിബിൻ ടോട്ടലി ഡൗൺ ആയി. പവർ ടീം മൊത്തത്തിലൊന്ന് ഡൗൺ ആയി. ബിക്കോസ് പവർ ടീം അധികാരം പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല. പിന്നെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ഇനിയും സംസാരിച്ചിട്ടില്ല, ഇനിയായിരിക്കും സംസാരിക്കേണ്ടാവുക. ജിൻഡോ മൊത്തത്തിൽ കിളിപോയി നിൽക്കുന്നുണ്ട്. ബിക്കോസ് എന്റെ ജോൺ പറഞ്ഞില്ല എന്നുള്ളതും കൂടെ ജിൻഡോ വിചാരിച്ചിട്ടുണ്ടാകും. ജാൻമണി എല്ലാവരുടെ പേരെടുത്ത് പറയുമ്പോൾ ജിൻസിറ്റിന്റെ പേര് പറഞ്ഞു, ജിൻസിറ്റോ പേര് പറഞ്ഞില്ല. അപ്പൊ നോക്കാം എന്താകും എന്നുള്ളത്. സോ ജാൻമണി പോയി. ഒരു ട്വിസ്റ്റ് ആയിരുന്നു. ആസ് എക്സ്പെക്ടഡ് ജാൻമണി പോയി. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 in Disney